ഇപ്പോൾ കെ സുധാകരൻ വാഹനത്തിനകത്താണ് ഇരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫേസ് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം നിരാശനായിരുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും വിഷമമുള്ളതായി തോന്നിയോ? നിരാശനായിരുന്നു. SKN അദ്ദേഹത്തിന്റെ ശരീരഭാഷ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം പതിവ് പോലെ അദ്ദേഹം കാണുന്ന ഘട്ടത്തിൽ ഒന്നുകിൽ വളരെ പ്രസന്നവദനായി വിശേഷങ്ങൾ പറഞ്ഞാണ് അദ്ദേഹം സംസാരിക്കാറ്. അദ്ദേഹം മികച്ച ഒരു മൂഡിലാണ് എങ്കിൽ അത്തരത്തിലാണ് പതിവ് ആയി അദ്ദേഹം മാധ്യമങ്ങളെ കാണാറുള്ളത്, മാധ്യമപ്രവർത്തകരെ കാണാറുള്ളത്. അല്ലാത്ത പക്ഷം അത് ഏതെങ്കിലും രാഷ്ട്രീയ വിവാദങ്ങളിലോ മറ്റോ പൊട്ടിത്തെറിക്കുന്ന രീതിയിലായിരിക്കും. അങ്ങനെയെങ്കിൽ വൈകാരികമായിരിക്കും അദ്ദേഹത്തിന്റെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്താറുള്ളത്. എന്നാൽ ഇത്തവണ അദ്ദേഹം വളരെ ആലോചിച്ച് വളരെ മിതത്വത്തോടെയുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അദ്ദേഹം വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയില്ല. കാരണം വിമാനത്താവളത്തിൽ എത്താൻ അദ്ദേഹത്തിന് അധിക സമയമില്ല. ഇന്ന് സാമാന്യം തിരക്കുള്ള ഒരു സമയം കൂടിയാണ്. ഈ അദ്ദേഹത്തിന്റെ ഗോദാവരി ഫ്ളാറ്റിൽ നിന്നും അപ്പാർട്ട്മെന്റിൽ നിന്നും വിമാനത്താവളത്തിലേക്ക് ഏതാണ്ട് ഇപ്പോഴത്തെ ട്രാഫിക് കണക്കനുസരിച്ച് ഏതാണ്ട് 1.25 മണിക്കൂറോളം ചുരുങ്ങിയത് വേണ്ടിവരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 9:45 വിമാനം പിടിക്കാൻ ഇപ്പോൾ തന്നെ അധിക സമയം ചെലവഴിക്കാതെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് താൻ കാറിൽ നിന്നും പുറത്തിറങ്ങുന്നില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചത്. തുടർന്ന് കാറിന്റെ ഗ്ലാസ് പകുതി മാത്രം താത്തിയായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് മാധ്യമങ്ങളോട്. അത് എന്തായാലും ഈ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു പ്രതികരണമായിരുന്നു. പാർട്ടിയെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകാനില്ല, പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കും, ഒറ്റയ്ക്ക് മത്സരിക്കാനില്ല എന്നീ കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. ഇനി തുടർന്നുള്ള നീക്കങ്ങൾ അതെന്ത് എന്ന് വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിലാണ് അറിയേണ്ടത്. അദ്ദേഹം എന്തായാലും വിമാനത്താവളത്തിലേക്ക് തിരിച്ചിരിക്കുകയാണ്. കുടുംബത്തോടൊപ്പമാണ് അദ്ദേഹം കണ്ണൂരിലെ തന്റെ ജന്മനാട്ടിലേക്ക് ഡൽഹിയിൽ നിന്നും മടങ്ങിയിരിക്കുന്നത്. ആ ഒരു മടങ്ങിപ്പോക്ക് അത് പാർട്ടിയോട് ഗുഡ് ബൈ പറഞ്ഞാകുമോ എന്നായിരുന്നു രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ കെ സുധാകരന്റെ ചലനങ്ങൾ എല്ലാം തന്നെ അത്തരത്തിൽ കടുത്ത ഒരു നീക്കത്തിലേക്ക് വരെ പോയാലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ബൽറാം, കെ സുധാകരൻ എന്തായാലും അവിടെ ഒരു സീറ്റ് കിട്ടുമോ എന്ന് പരിശ്രമിച്ചു. അങ്ങനെ പരിശ്രമിക്കുന്നതിൽ പിഴവും തെറ്റൊന്നുമില്ല. പരമാവധി പരിശ്രമിച്ചു, പരമാവധി സമ്മർദ്ദം ചെലുത്തി നോക്കി. പക്ഷേ ഒന്നും വർക്കൗട്ട് ആവുന്നില്ലെന്ന് കണ്ടതോടുകൂടി ആ ക്ലെയിം ഉപേക്ഷിച്ചു. ഒരു നല്ല രാഷ്ട്രീയക്കാരനെ പോലെ ഞാൻ പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കും എന്ന് പ്രഖ്യാപിച്ചോടുന്ന് മടങ്ങുന്നു. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. മല പോലെ വന്നു, ഇതുപോലെ പോയി. SK ഞാൻ അപ്പോഴേ പറഞ്ഞു, പറഞ്ഞിട്ടുണ്ട് ഈ മാപ്രകളെല്ലാം കൂടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ. പക്ഷേ SK ഞാനിവിടെ കൃത്യമായി പറഞ്ഞാണ്, ഒരു സ്വതന്ത്രം മത്സരിക്കാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ ഒരു ചുക്ക സംഭവിക്കാൻ ഞാൻ SK നേരത്തെ ഈ കോൺഗ്രസ് ക്യാമ്പുമായി പരിശോധിക്കേണ്ടതാണ്. മാത്രമല്ല ഒരു ഗൂഢബന്ധം. സ്വാഭാവിക ജേർണലിസ്റ്റിന്റെ സാധാരണ ബുദ്ധി വെച്ച് ആലോചിച്ചാൽ നമുക്ക് കിട്ടുന്ന സാധനം ഞാൻ പറയാൻ കാരണം അതായത് SKN എന്ന് പറഞ്ഞാൽ ഇതൊരു വല്ലാത്ത കാലമാണ്. കോൺഗ്രസിന് ക്രൂഷ്യൽ കാലമാണ്. കോൺഗ്രസിന് ഇക്കാലത്ത് ഭരണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആട്ടപ്പാട്ടലും ഇല്ലാതായി പോകുന്ന അവസ്ഥ, എന്താണ് പരമനാശം ഉണ്ടാകാൻ പോകുന്ന ഇലക്ഷനാണ്. ആ ഇലക്ഷനിൽ കെ സുധാകരനെ പോലെ മുതിർന്ന നേതാവ് ഇറങ്ങി മത്സരിക്കുകയും ഈ തോൽവിയുടെ മുഴുവൻ കാരണക്കാരൻ കെ സുധാകരനാണെന്ന് പറഞ്ഞാൽ കെ സുധാകരന്റെ പതനമാണ്. സാധാരണ ആലോചനയാണ്. അതുള്ള ഏക വ്യക്തി ഹാഷ്മിയാണ്. ബാക്കി എല്ലാവരും കൊടുത്തു സുധാകരൻ മാറാൻ പോകുന്നു എന്നുള്ളത്. ബാക്കി എല്ലാ ചാനലുകളും കൊടുത്തു, തലയുടെ വലിപ്പം മനസ്സിലായത്. ഹാഷ്മിയുടെ തലയുടെ വലിപ്പം ഞാൻ മനസ്സിലാക്കി. ഇതാരാണ് ഇതിങ്ങനെ ഈ നിലയിൽ ഇപ്പതാ ഈ ഇറങ്ങിപ്പോകുന്ന സമയത്തും മല്ലികാർജുൻ ഖാർഗെയോട് സീറ്റ് ചോദിച്ച ആരാണ്? മാപ്രകൾ കൊണ്ടുവന്നോ? അല്ലെങ്കിൽ ഇതല്ലല്ലോ. ദിലീപ്, ഇതിനകത്തൊന്നറിയോ വേറെ എന്തെങ്കിലും രാഷ്ട്രീയ കോംപ്രമൈസ് സമവായം ഉണ്ടോ നമുക്കറിയില്ലല്ലോ. ഗോദാവരി അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങുമ്പോഴും മല്ലികാർജുൻ ഖർഗെ വിളിച്ചിട്ടുണ്ട് കണ്ണൂർ സീറ്റ് എന്ന് ചോദിച്ചതാരാ? സുധാകരനാണ്. നമ്മൾ കൊണ്ടുവന്ന വാർത്തയല്ലേ. ഇപ്പോൾ ഹാഷ്മി പറയുന്ന ഈ രാഷ്ട്രീയ ബോധം കൊണ്ടൊന്നും അല്ല സുധാകരൻ ഈ തീരുമാനത്തിൽ എത്തിയെങ്കിൽ എത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഈ 3 ദിവസം പാർട്ടിക്കുണ്ടാക്കിയ പ്രതിസന്ധി ചെറുതായിരുന്നു. അല്ല, അതെ, അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ 3 ദിവസം ഉണ്ടാക്കിയ ഡാമേജ് അത് ഒട്ടും ചെറുതായിരുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. മാത്രമല്ല ഇപ്പോഴും അദ്ദേഹം പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നൊരു വാചകം പറഞ്ഞു. നമുക്കറിയില്ല, ലിസ്റ്റ് വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇതാ ഇപ്പോൾ ദിലീപ് പറഞ്ഞതുപോലെ ഇറങ്ങുന്ന നിമിഷവും മല്ലികാർജുൻ ഖാർഗെ സംസാരിച്ചിട്ടുണ്ട്, എല്ലാ നേതാക്കളുമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ മത്സരിക്കുന്നില്ല എന്ന് പറയുന്ന സുധാകരന് മറ്റെന്തെങ്കിലും ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? ഒരു രാഷ്ട്രീയത എന്നുള്ള നിലയ്ക്ക് എനിക്ക് കണ്ണൂർ സീറ്റ് വേണം, ഞാൻ പരമാവധി ശ്രമിക്കുന്നു, പരമാവധി പ്രഷർ ചെയ്യുന്നു, ലാസ്റ്റ് പോലും ചോദിക്കും, നടക്കുന്നില്ല, ഓക്കെ വേണ്ട,
Simple as that. അപ്പൊ അണ്ടർസ്റ്റാൻഡ് ഓർ അണ്ടർസ്റ്റുഡ്. It is not as simple as that. നമ്മൾ സങ്കീർണ്ണമാക്കരുതാ മതി. അല്ല, അപ്പുറം ഇല്ല, ഇപ്പുറം ഇല്ല, അത്രേ ഉള്ളൂ. അല്ല, ഈ ചെറിയ ലോകത്ത് വലിയ തലയുമായി ജീവിക്കുന്ന ആഷ്മിക്ക് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.